ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2025 സീസണിലെ മെഗാ താരലേലം പൂർത്തിയായിരിക്കുകയാണ്. ഇനി പടയൊരുക്കത്തിന്റെ സമയമാണ്. നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നായക സ്ഥാനത്ത് നിന്ന് ശ്രേയസ് അയ്യരെ ഒഴിവാക്കിയിരിക്കുകയാണ്. വലിയ അഴിച്ചുപണികൾ നടത്തിയാണ് ഷാരൂഖ് ഖാന്റെ ഉടമസ്ഥതയിലുള്ള KKR പുതിയ സീസണിലേക്ക് ഇറങ്ങുന്നത്. 3 തവണ കിരീടം നേടിയ ചാമ്പ്യൻ നിരക്ക് ഇത്തവണ പുതിയ നായകനെ ആവശ്യമാണ്. ഒടുവിലായി അജിൻക്യ രഹാനയിലേക്ക് എത്തിയിരിക്കുകയാണ് KKR. അജിൻക്യ രഹാനയെ ഇത്തവണ യാദൃച്ഛികമായാണ് KKR ടീമിലേക്ക് എത്തിച്ചത്. സീനിയർ താരമായ രഹാനയെ 1.5 കോടിക്ക് ടീമിലെത്തിച്ച KKR ഇപ്പോൾ നായക സ്ഥാനത്തേക്ക് കൂടി അദ്ദേഹത്തെ പരിഗണിക്കുകയാണ്. നേരത്തെ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായിട്ടുള്ള രഹാനയെ നായകനാക്കുന്നത് KKRന് ഗുണം ചെയ്യുമോ എന്ന ആശങ്കയിലാണ് ശരിക്കും ഇപ്പോൾ ആരാധകർ. അജിൻക്യ രഹാനയെ ക്യാപ്റ്റനാക്കാനുള്ള തീരുമാനം മണ്ടത്തരമാണെന്നാണ് കൂടുതൽ ആരാധകരും പ്രതികരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ രഹാനയ്ക്ക് പ്രതീക്ഷിച്ച ബാറ്റിംഗ് പ്രകടനം നടത്താനായിട്ടില്ല. പ്ലേയിങ് 11ലേക്ക് പരിഗണിക്കാവുന്ന താരമാണ് രഹാനെ. എന്നാൽ സ്ഥിരം സീറ്റ് നൽകുക പ്രയാസമാണ്. നിലവിലെ സാഹചര്യത്തിൽ രഹാനയെ ക്യാപ്റ്റനാക്കുന്നതാണ് KKRനെ സംബന്ധിച്ച് ഗുണകരമായി തോന്നുന്നത്. എന്നാൽ ആരാധകർക്ക് ഇത് ശരിയായ തീരുമാനമായി തോന്നുന്നുമില്ല. T20യിൽ ഇനിയും ബാല്യം ശേഷിക്കുന്ന താരമല്ല രഹാനെ. നായകസ്ഥാനം ഏൽപ്പിച്ചാൽ എല്ലാ മത്സരവും കളിപ്പിക്കേണ്ടതായി വരും. രഹാനയിൽ നിന്ന് എല്ലാ മത്സരത്തിലും മികവ് കാട്ടാൻ സാധിക്കുന്ന തരത്തിലുള്ള വലിയ പ്രകടനമൊട്ട് പ്രതീക്ഷിക്കാനും ആവില്ല. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ വെടിക്കെട്ട് പ്രകടനം നടത്തുന്നുണ്ടെങ്കിലും IPLൽ നായക സ്ഥാനം ഏൽപ്പിച്ചാൽ രഹാനെ കസറാൻ സാധ്യത കുറവാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും.